ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടൈം ഫാം എന്ന് പറയുന്ന ഒരു മൈനിങ് ടെലഗ്രാം ബോട്ടുമായിട്ടാണ്. ഇതിൽ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറി ഒരു ടച്ച് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻ ആയിക്കോളും. ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും തന്നെ അല്ല, വേറെ എക്സ്ട്രാ ടാസ്കുകളും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഫാം എന്ന് പറയുന്ന ബോട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ടൈം ഫാം എന്ന് പറയുന്ന പ്രോജക്റ്റിനെ ട്രസ്റ്റ് ചെയ്ത് മൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഡെവലപ്പേഴ്സിന് ഓൾറെഡി ക്രോണോടെക് എന്ന് പറയുന്ന ഒരു കോയിൻ മാർക്കറ്റിലുണ്ട്. അതിൻ്റെ പ്രൈസ് അറൗണ്ട് $30 ഒരു കോയിൻ്റെ പ്രൈസ്. അപ്പോൾ ടൈം ഫാം ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ടൈം ഫാം കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $30 ആണ് കിട്ടുക, $30. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മൈൻ ചെയ്യുന്ന പോയിൻറ്റുകളാണ് ഇപ്പോൾ മൈൻ ചെയ്യുന്നത്, കോയിനല്ല. ഓക്കെ, പോയിൻറ്റുകൾ എത്ര പോയിൻറ്റ് ഒരു കോയിനായി മാറുന്നുള്ളത് കൺവേർഷൻ റേറ്റ് വരുമ്പോഴേ അറിയുള്ളൂ. അതൊക്കെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്ഷമയുള്ളവർ കയറുക, മൈൻ ചെയ്യുക. ഓക്കെ, ഇന്നും നാളെ ഒന്നും വിഡ്രോവൽ വരില്ല, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ. ഒരു മാസമെങ്കിലും എന്തായാലും വിഡ്രോവൽ വരാനെടുക്കും. വിഡ്രോവൽ വരുമ്പോൾ ഞാൻ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യും. കോയിൻ്റെ വാല്യൂ എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാണ് വിഡ്രോവൽ കാര്യങ്ങൾ വരിക അതും വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷൻസും വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം കമൻസിൽ വന്നിട്ട് അത് എന്ന് ചോദിക്കുക. വീഡിയോയിൽ പറയുന്നൊരു കാര്യം വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻസിൽ റിപ്ലൈ തരുന്നതല്ല. ഓക്കെ, 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും വീഡിയോ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു എന്നാണ് വിഡ്രോവൽ വരിക, എന്ന് വിഡ്രോ അടിക്കുക, എങ്ങനെ വിഡ്രോ അടിക്കുക എല്ലാം ടെലഗ്രാമിലാണ് പറയുക. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും പോയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവരും ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഇൻസ്റ്റൻ്റെ DM ഫുള്ളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്കും ആൻസർ തരാൻ കഴിയില്ല. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ വന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോട്ടാണ് ഓപ്പൺ ആയി വരിക, ടൈം ഫാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബോട്ട് ഓപ്പൺ ആക്കാനുള്ള ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. വെൽക്കം പേജും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ടോക്കൺ എന്ന് വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സെക്കൻഡ് ടോക്കണാണ് ഇപ്പോൾ റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ കയറുന്നതിന് എത്ര വെച്ച് കിട്ടും എന്ന് കാണുന്നുണ്ട്. ഓരോ സെക്കൻഡ്, ഇവരുടെ ടോക്കണിൻ്റെ പേര് സെക്കൻഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ 4 മണിക്കൂറിലും 28,800 വെച്ച് കയറും എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു 10 ഡേയ്സിൽ നമുക്ക് 2x റിവാർഡാണുള്ള 28,800 എന്ന് പറയുന്നത് 2x ആണ്. അത് ഇനി പകുതിയാവുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എത്ര ദിവസം ഒരു എക്സ്റ്റെൻഡ് ചെയ്യും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഫാം കൊടുക്കുക. ലെറ്റ്സ് ഫാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്തവർക്ക് 30,000 കോയിൻസ് ആദ്യം തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, ടൈം കോയിൻസ് അല്ല, ടൈം പോയിൻറ്റുകളാണ്. അതെങ്ങനെ കോയിൻ ആവും എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യം സ്റ്റാർട്ട് അടിക്കുക. സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറാണ് ടൈം. ഓരോ 4 മണിക്കൂറിൽ നിങ്ങൾ കയറി ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്യുന്തോറും നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് കൂടിക്കൊണ്ടിരിക്കും. പോയിൻറ്റ്സ്. ഞാൻ ഈ കോയിൻ എന്ന് പറയുന്നതുകൊണ്ട് എല്ലാവർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൈം കോയിൻ അല്ല നിങ്ങൾക്ക് 30,000 കിട്ടുന്നത്. അല്ലെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റോ ടാപ്സാപ്പോ മീംഫയോ ഏതോ ആയിക്കോട്ടെ, പിക്സൽ ബസോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഫാം ചെയ്യുന്ന അല്ലെങ്കിൽ മൈൻ ചെയ്യുന്നത് പോയിൻറ്റ്സ് ആണ്, കോയിനല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 5,000 കോയിൻ ഉണ്ട്, 10,000 കോയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഡെയിലിയും ബോണസ് 5 മില്യൺ ആണ്. ആ 5 മില്യൺ പോലും കാണാത്തവർ പറയുകയാണ് എൻ്റെ കയ്യിൽ 5,000 ഉണ്ട്, 5,000 എന്ന അക്കൗണ്ടിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്ര ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഫാം ചെയ്യുന്നത് പോയിൻറ്റുകളാണ്. ഓക്കെ, ഇത് കോയിനായിട്ട് കൺവേർട്ട് ആവുക. ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് എന്ന് പറയുന്ന TGE എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് എല്ലാ കോയിൻ്റെ കാര്യത്തിലും നടക്കും. ഓക്കെ, അപ്പോൾ ടോക്കൺ ജനറേഷൻ കഴിഞ്ഞാലേ നമുക്ക് ഒരു പോയിൻറ്റ് എത്ര കോയിനാണ്, അല്ലെങ്കിൽ 10,000 പോയിൻറ്റ് എത്ര കോയിനാണ് എന്നറിയുള്ളൂ. നമുക്ക് എല്ലാത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കോയിൻ്റെ വാല്യൂ ചോദിക്കുന്നവർക്ക് വാല്യൂ അറിയണമെങ്കിലും ടോക്കൺ ജനറേഷൻ ഇവൻ്റ് അറിയണം. ടോട്ടൽ സപ്ലൈ എത്ര ഉണ്ട് എന്നറിയണം. നമുക്ക് എത്ര കോയിനാണ് അവർ തരുന്നത് എന്ന് നമ്മൾ അറിയണം, ഫുള്ളായിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വൈറ്റ് പേപ്പർ എങ്കിലും വരണം. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാലാണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അവരുടെ ടോട്ടൽ ടോക്കൺസ് എത്രയാണ്, അതുപോലെ തന്നെ എത്രയാണ് കമ്മ്യൂണിറ്റിക്ക്, എത്രയാണ് അവർ തന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ മീംഫൈൻ്റെ ഒക്കെ വൈറ്റ് പേപ്പർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മീംഫൈ എല്ലാവരും കുത്തിരുന്ന് മൈൻ ചെയ്യുന്നത്. കാരണം അത്രയും നല്ലൊരു കോയിനാണ് മീംഫൈ. നല്ല വാല്യൂ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വൈറ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെ 1 വീക്ക് മുന്നേ തന്നെ ഞാൻ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കേണ്ടവർക്ക് ടെലഗ്രാം ചാനലിൽ കയറി കുറച്ച് മേലേക്ക് പോയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങളൊക്കെ ഈ വാല്യൂ ചോദിക്കുന്നവർക്കും പിന്നെ വിഡ്രോവൽ ചോദിക്കുന്നവർക്കും ഒരു ഉത്തരം തരികയാണ്. അത് തന്നെ വിഡ്രോവൽ എന്ന് ചോദിച്ച് തിരക്കാക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ടൈം കൊടുക്കുക. നിങ്ങൾ ക്ഷമയുള്ളവർക്ക് മാത്രമാണ് മൈനിങ്. തീരെ സമയമല്ല. ഇന്ന് മൈൻ ചെയ്യാൻ തുടങ്ങി നാളെ വിഡ്രോവൽ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ക്രിപ്റ്റോയിൽ നടക്കില്ല. നിങ്ങൾ മൈൻ ചെയ്യേണ്ടപ്പോൾ മാക്സിമം മൈൻ ചെയ്യുക. വിഡ്രോവൽ കിട്ടുമ്പോൾ വിഡ്രോവൽ കിട്ടും. ഓക്കെ, അല്ലാതെ വിഡ്രോവൽ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കിട്ടിയില്ല ബ്രോ, ഞാൻ മൈൻ ചെയ്തില്ലായിരുന്നു, ഇനി ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു വരും. പിന്നെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസൊക്കെ മൈൻ ചെയ്യുക. വാല്യൂ വരുന്ന കോയിൻസൊക്കെ ഏൺ ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് 13 കോയിൻസുള്ള ഒരു ലിസ്റ്റ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ 13 പ്രോജക്ട്സും ഈ ടൈം ഫാമും കൂടി ഒരുമിച്ച് മൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോയിൻ്റെ വാല്യൂ കുറച്ച് താഴേക്കാണെങ്കിൽ മറ്റേ കോയിൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല. അത് തന്നെ ഹോം പേജിലേക്ക് വന്ന അവിടെ ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഓരോ 4 മണിക്കൂറിലും വരിക, ക്ലെയിം ചെയ്യുക. അപ്പോൾ അടുത്ത ഫാമിംഗ് നടക്കും. അടുത്ത 4 മണിക്കൂറിൽ വരിക, ക്ലെയിം ചെയ്യുക, മിസ്സാക്കാതിരിക്കുക.
പിന്നെയുള്ള സെക്ഷൻ ടാസ്ക്കാണ്. ടാസ്കിൽ പോയി കഴിഞ്ഞാൽ കുറേ ടാസ്കുകളുണ്ട്. ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ വേറെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നത് എല്ലാം ജസ്റ്റ് കംപ്ലീറ്റ് ആകാനുള്ള ഈസി വേണ്ട. ജസ്റ്റ് എല്ലാം സ്റ്റാർട്ട് അടിച്ച് പോവുക. അപ്പോൾ നിങ്ങളെല്ലാം ബാക്ക് അടിക്കുക. എല്ലാം സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് കയറുമ്പോൾ എല്ലാം ക്ലെയിം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ എല്ലാം ക്ലെയിം എന്ന് പറഞ്ഞ് വരും. ജസ്റ്റ് സ്റ്റാർട്ട് അടിക്കുക, ബാക്ക് അടിക്കുക, അത്രയും ചെയ്താൽ നിങ്ങളെല്ലാത്തിലും ജോയിൻ ചെയ്ത് നിങ്ങളുടെ ടെലഗ്രാം ചാറ്റൊക്കെ ഫുള്ളാക്കണമെന്ന് ഞാൻ പറയില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്, ഇൻവൈറ്റ് ചെയ്യുന്ന സെക്ഷനാണ്. ആ ഫ്രണ്ട്സിൻ്റെ സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ ആ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിന് 20% നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കൂടാതെ ആ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 5%, അത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് 2.5%, അങ്ങനെ 5 ലെവൽസ് ഉണ്ട്. നിങ്ങൾ കയറി വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5ാമത്തെ ലെവലിലെ ആളുടെ 1.5% നിങ്ങൾക്ക് കിട്ടുന്നതാണ്, 1.2%. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ റെഫർ ചെയ്ത ആൾ ബാക്കിയുള്ള ഒരു 4 ആൾ റെഫർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുകയാണ്. 4 സ്റ്റെപ്പ് പോകുന്നവരും 4 ആൾക്കാരെന്നല്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ റെഫർ ചെയ്തു, ആ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്തു, ആ ഫ്രണ്ട് വേറൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്തു, അങ്ങനെ കിട്ടുന്ന ഏണിങ്സ് മൊത്തം. അപ്പോൾ വലിയ രീതിക്കുള്ളൊരു റെഫറൽ സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ 5 ലെവലാണ് ഉള്ളത്. അത് കൂടാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും കയറുമ്പോൾ തന്നെ 30,000 ബോണസ് അവർക്കും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കും നല്ലതാണ്, ഫ്രണ്ട്സിനും നല്ലതാണ്. അപ്പോൾ മാക്സിമം മിസ്സാക്കാതിരിക്കുക. അടുത്ത ഓപ്ഷൻ വാലറ്റാണ്. വാലറ്റിൻ്റെ ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, കമ്മിങ് സൂണിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ചാനലിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിലൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10K അടിക്കാൻ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ റെഫറൽ ലിങ്ക് അയക്കുമ്പോൾ ഈ വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവരെ കണ്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക, ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ.